ഇത് നമ്മൾ കാണുന്നത് ഈ ഉത്സവത്തിന് കൊണ്ടുവന്ന ആന ഇടഞ്ഞ ദൃശ്യങ്ങളാണ്. ഇടക്കൊച്ചി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപം ഒരു ആന ഇടഞ്ഞിട്ടുണ്ട്. ഉത്സവത്തിന് കൊണ്ടുവന്ന ആനയാണ് അവിടെ ഇടഞ്ഞിട്ടുള്ളത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നടക്കുന്ന സംഭവം. അതെ, ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. ശ്യാംകുമാർ ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാം, ഇത് എഴുന്നള്ളത്തിനിടയിലല്ല, ഉത്സവത്തിന് എഴുന്നള്ളത്തിന് കൊണ്ടുവന്ന സമയത്ത് ഇടഞ്ഞതാണല്ലേ? അതിനെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വിജയകുമാർ, ആനയെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്പസമയം മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്. ഇടക്കൊച്ചി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് എഴുന്നള്ളത്തിനായി കൊണ്ടുവന്ന ആനയാണ് ഇടഞ്ഞത്. ആ ആന ഇപ്പോൾ ആ ക്ഷേത്ര പരിസരത്ത് തന്നെയാണ് ഓടുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഇരുചക്ര വാഹനങ്ങളടക്കം മറിച്ചിടുകയും ആ ക്ഷേത്ര പരിസരത്ത് കൂടി ഗ്രൗണ്ടിലൂടെ ഓടുകയുമാണ്. നിലവിൽ ജ്ഞാനോദയം ക്ഷേത്ര പരിസരത്താണ് ആന ഉള്ളതെന്നാണ് അറിയുന്നത്. ഏതായാലും ക്ഷേത്രത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് ഈ ആന ഇടഞ്ഞിരിക്കുന്നത്. ആ പ്രദേശത്ത് ഇപ്പോൾ പോലീസ് രണ്ടു വശത്തും ആളുകൾ അങ്ങോട്ട് വരാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുമുണ്ട് ഇപ്പോൾ. ഇത് ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്ന ഈ ദൃശ്യങ്ങൾ ഇടക്കൊച്ചി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര പരിസരത്ത് നിന്നാണ്. അവിടെ എഴുന്നള്ളത്തിന് കൊണ്ടുവന്ന ആനയാണ് ഇടഞ്ഞത്. അത് നാട്ടുകാരൊക്കെ പ്രാണരക്ഷാർത്ഥം ഓടുന്നത് നമ്മൾ കണ്ടു. ചില വാഹനങ്ങൾ അത് മറിച്ചിടുകയും തകർക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതുവരെ ആനയെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ശ്യാംകുമാർ റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടേക്ക് ക്ഷേത്രത്തിലേക്ക് കൂടുതൽ ആളുകൾ വരുന്ന സമയമാകുകയാണ്. ആ ഘട്ടത്തിലാണ് ആന ഇടഞ്ഞ പരിസര പ്രദേശങ്ങളിലാകെ ഭീതി പരത്തി അവിടെ തുടരുന്നത്. അവിടെ അല്പസമയത്തിനകം ആനയെ തളയ്ക്കാൻ കഴിയും എന്ന് കരുതാം. അതിൻ്റെ പാപ്പാനും ആനയോടൊപ്പമുള്ളവരൊക്കെ ഉണ്ട് അവിടെ. എന്താണ് ആനയ്ക്ക് പറ്റിയത് എന്നറിയില്ല. വൈകുന്നേരം ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്.